ഈ PM-ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെ അവസാനിച്ചു എന്ന് പറയുമ്പോഴും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ PM-ശ്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെരുവിലിറങ്ങിയതൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പം AESFും AYFും ഒക്കെ കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനോട് എന്താണ് ഒരു പ്രതികരണം? ഞങ്ങൾ വ്യക്തിപരമായി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ശിവൻകുട്ടിയുടെ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്ന സംഘടനയാണ്. കാരണം പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നേരത്തെ UDFൻ്റെ കാലഘട്ടങ്ങളിൽ വലിയ തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നു. ആ കുട്ടികളെയെല്ലാം തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി 11 ലക്ഷത്തോളം കുട്ടികളാണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് സ്കൂളുകളിലേക്ക് തിരിച്ചു വന്നത്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനകത്തെല്ലാം വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടായി. അങ്ങനെ സമാനതകളില്ലാത്തൊരു മാറ്റം വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടല്ല ഞങ്ങൾ സമരം ചെയ്തത്, ഞങ്ങൾ ഒരു നിലപാടിനെതിരായിട്ടാണ് സമരം ചെയ്തത്. ആ നിലപാട് PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള AIVFൻ്റെയും AESFൻ്റെയും പ്രഖ്യാപിതമായ നിലപാടാണ്. അത് കേരളത്തിൽ രൂപപ്പെടുത്തിയെടുത്ത നിലപാടുമല്ല, അത് ഓൾ ഇന്ത്യ ബേസിൽ ഇന്ത്യയിലാകമാനം AESFും AIVFും നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടാണ് PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും NEPയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടു എന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതിനെതിരെ വളരെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. ഞങ്ങളുടെ സമര രീതികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വ്യക്തിപരമായി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ നിലപാടിനകത്ത് അണുവിട വ്യതിചലിക്കാനോ വെള്ളം ചേർക്കാനോ ഞങ്ങളില്ല. ആ നിലപാടുകൾ എന്നുണ്ടായാലും അത്തരത്തിലുള്ള സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.